നമ്മളുടെ ഒരു പുതിയ മൂവിയാണ്. ഇതിൻ്റെ പേര് ഓഫീസർ ദ ബ്ലാക്ക് ബെൽറ്റ് എന്ന ഒരു മൂവിയാണ്. ഈ മൂവിക്ക് ലൈക്ക് എത്ര എണ്ണം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇതിൽ നല്ല വലുപ്പമുള്ള പേരുണ്ടായതുകൊണ്ട് ഞാൻ ചെറിയ പേരായി നമ്മൾക്ക് വെള്ളമുടിക്കാരൻ എന്നൊക്കെ വിളിക്കാം. നമ്മുടെ ഹീറോ പറഞ്ഞ വെള്ളമുടിക്കാരൻ അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരികയാണ്. നമ്മുടെ വെള്ളമുടിക്കാരൻ അങ്ങനെ നീച്ചു നിന്നവിടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കണം പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെള്ളമുടിക്കാരനായ നമ്മുടെ ഹീറോ. ഇതാണ് നമ്മുടെ ഹീറോ അങ്ങനെ ഫിറ്റ്നസ് ബോഡിയൊക്കെ എല്ലാം ഫിറ്റ് ആക്കണം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെള്ളമുടിക്കാരൻ ഒരു ബാഗിൽ നിന്ന് ഒരു ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ് അവൻ്റെ കൈക്കിൽ. കരാട്ടെ മാർഷൽ ആർട്സ് എന്ന പോലെയുള്ള എല്ലാം നമ്മുടെ ഹീറോക്കറിയാം. അതുകൊണ്ടാണ് അവൻ ഈ ഡ്രസ്സിട്ട് ഫൈറ്റിന് പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ അവൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി കണ്ട് പോകുന്നത്. കാണിക്കുകയാണെങ്കിൽ അങ്ങനെ കരാട്ടൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവനങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാളോടൊപ്പം. നമ്മുടെ വെള്ളമുടിക്കാരൻ ഒരു കരാട്ടയിലൊരു ചാമ്പ്യൻ തന്നെയാണ്. ഇവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പറയണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആൾക്കാർക്കൊക്കെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു അടിപൊളിയായി എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരാട്ട കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നായകൻ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. വെള്ളമുടിക്കാരൻ നല്ല പവറാണെന്ന് തോന്നുന്നു. എല്ലാത്തിലും ഏർപ്പെടുന്നു. കരാട്ട മാർഷൽ ആർട്സ് പോലത്തെ ഉള്ളതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെള്ളമുടിക്കാരൻ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ നമ്മുടെ വെള്ളമുടിക്കാരൻ അയാളെയും തോൽപ്പിച്ചു വിടുകയാണ്. ഈ കലാവിദ്യത്തിൻ്റെ പേര് കത്തറിനോടാ ഇതെന്താ സാധനം കൂടി ഒന്നും ഓർമ്മയില്ല, പേര് കിട്ടുന്നില്ല. ഇതിലും നമ്മുടെ വെള്ളമുടിക്കാരൻ പവർ ഫൈറ്റർ തന്നെയാണ്. അപ്പോൾ അവനെയും തോൽപ്പിച്ചിരിക്കുന്നു. വെള്ളമുടിക്കാരൻ നല്ല ആളായതുകൊണ്ട് എല്ലാവരും ഫ്രണ്ട്സായി കാണുന്നത്. നമ്മുടെ വെള്ളമുടിക്കാരനും അവൻ്റെ ഫ്രണ്ട്സും ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്കറിയാം ഈ ഗെയിമിൻ്റെ പേര്? അത് കമൻറ്റ് ചെയ്യൂ, മറക്കരുത്. ഒരാളെ താഴ്ത്തി കെടുത്തി രണ്ടാളെ ഹെഡ്ഷോട്ട് ചെയ്ത് കൊന്നു എന്നൊക്കെ പറയാണ് അവൻ്റെ ഫ്രണ്ടിനോട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം കളിക്കുന്ന ഇടയിലാണെങ്കിലും ഫുഡ് മുഖ്യം പിക്കിലേ എന്ന് പറഞ്ഞ പോലെ കഴിച്ചോണ്ട് എൻ്റെ ബാക്കപ്പിന് വാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഫ്രണ്ട് കാറി കൂവുകയാണ് അവിടെ നിന്ന്. ഞാനിത് ബാക്കപ്പിന് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ടും അവനും പവറായി കളിച്ചോണ്ട്. ഷടാ എന്നെ കൊന്നല്ല അവൻ, എന്ത് കില്ലടേ അവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഫ്രണ്ട്. നമ്മുടെ വെള്ളമുടിൻ്റെ ടീമിലുള്ള ഫ്രണ്ടും ഗെയിമിൽ ചത്തു. നമ്മുടെ വെള്ളമുടിയന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഗെയിമിൽ ചാവാതിരിക്കുന്നത്. നമ്മളെ വെള്ളമുടിയന് വേണ്ടി കട്ട സപ്പോർട്ടിനുമായിട്ട് അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ഒപ്പം. നമ്മുടെ വെള്ളമുടിയൻ അങ്ങനെ ഗെയിമിൽ ജയിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനും അവനക്കും നല്ല സന്തോഷമാണ്. അവർ 4 പേരും ഒരു ടീമായിരുന്നു കളിച്ചിരുന്നത്. അവർ ജയിച്ചതുകൊണ്ട് അവർ നല്ല കൈയടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വെള്ളമുടിയൻ്റെ ബോസ് അങ്ങനെ വിളിക്കുകയാണ് അവൻ്റെ ജോലിക്ക് വേണ്ടി. നമ്മുടെ വെള്ളമുടിക്കാരൻ ഞാൻ തപ്പ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വെള്ളമുടിക്കാരൻ്റെ ബോസ് പറഞ്ഞ അയാൾ. നമ്മുടെ വെള്ളമുടിക്കാരൻ്റെ ജോലി പറഞ്ഞാൽ ഡെലിവറി ബോയ് ആണ്. അവൻ്റെ മുതലാളിയോട് കൂടെ ഫുഡ് വെക്കുവാണ്. അവനതെടുത്ത് ഒരാൾക്ക് കൊണ്ടുപോയി എടുക്കണം. അങ്ങനെ അതിലോട്ട് ഫുഡ് വെക്കുകയാണ്. സേഫായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. മുടിക്കാരൻ അങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലേക്കും. നമ്മുടെ വെള്ളമുടിക്കാരൻ സ്ഥിരം കസ്റ്റമറിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ് കൊടുക്കുകയാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമർ ചോദിക്കുകയാണ്, സ്പെഷ്യലായിട്ടൊന്നും ഇല്ലേ വെള്ളമുടിക്കാരാ? നിങ്ങൾ ചോദിച്ച സ്പെഷ്യൽ സാധനം ഇതാണ്, ഇതേ ഉള്ളൂ കേട്ടോ. ഇത് സ്പെഷ്യലൊക്കെ തന്നെ, പക്ഷെ ഇതിന് പൈസ വേണോ, ഫ്രീ ആണോ അവിടെ? ആ കസ്റ്റമർ ചോദിക്കുകയാണ്. അയ്യോ അതിന് പൈസ ഒന്നുമില്ല, അത് ഫ്രീ ആണ്. നിങ്ങൾ എന്നും വാങ്ങുന്നതുകൊണ്ട് ഫുഡ് പൈസ തരുന്ന ആവശ്യമില്ല. നമ്മുടെ വെള്ളമുടിയക്കാരൻ അങ്ങനെ വണ്ടി എടുത്ത് പോരുകയാണ് ഫോൺ വിളിച്ചുകൊണ്ട്. അവൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, അല്ലട ചങ്ങായി ഇജ എവിടെയാണ്? ഞങ്ങളോട് ഗെയിം കളിച്ചോണ്ടാണ്, വേഗം വാടാ. നമ്മുടെ വെള്ളമുടിക്കാരൻ അവിടെ ബൈക്ക് നിർത്തിയുണ്ട്. നോക്കുമ്പോൾ അവിടെ ഒരാളെ അടിക്കുന്നുണ്ട് കാണുകയാണ്. നമ്മുടെ വെള്ളമുടിൻ്റെ കണ്ണിൽ പെട്ട 2 പേർ അടികൂടുന്നത് കാണുന്നു. അല്ലടാവേ ഇവർ 2 പേരും എത്തിനാന്നാവോ ഇവിടെ അടികൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മളിവിടെ വെള്ളമുടിക്കാരൻ ഇവിടെ കുഴപ്പമില്ലാത്ത ഫൈറ്റ്, അടിയൊന്നും മോശമല്ല. അങ്ങനെ അവിടെ പൂരം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിരിക്കുകയാണ് നമ്മുടെ നായകനായ വെള്ളമുടിക്കാരൻ. അടിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ നിന്നൊരു വൈൻ ബോട്ടിലെടുത്ത് അയാളെ തലക്ക് ഒറ്റ അടി.
അടി കാര്യമാവുന്നുണ്ട് മനസ്സിലാക്കി നമ്മുടെ നായകൻ ഇറങ്ങുകയാണ്. ആ ഓറഞ്ച് കുപ്പായം കറുത്ത കുപ്പായിട്ട ആളെ നിലത്തിട്ടു. നമ്മുടെ വെള്ളമുടിൻ്റെ അടുത്തേക്ക് കുത്താൻ വരികയാണ് ആ ഓറഞ്ച് ഡ്രസ്സ് ഇട്ട. നമ്മുടെ വെള്ളമുടി ചെക്കൻ പെട്ടെന്ന് ആ ഓറഞ്ച് ചെക്കനെ താഴത്ത് കടിച്ചുറക്കുകയാണ്. ഇതെല്ലാം കറുത്ത കുപ്പായിട്ട ആള് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ വെള്ളമുടിക്കാരൻ നോക്കുമ്പോൾ ആ ഓറഞ്ച് ഡ്രസ്സ് ഇട്ട ആള് ജയിൽ തടവ് പുള്ളിയായിരുന്നു. അപ്പോൾ മനസ്സിലാവാണ് എന്തിനാണ് ഫൈറ്റ് ഉണ്ടായതെന്ന്. അപ്പോൾ നിങ്ങൾ പോലീസാണോ നമ്മുടെ നായകൻ ചോദിക്കുക. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നായകൻ. ആ പോലീസുകാരൻ പറയാണ് നന്ദിയുണ്ട് അനിയ എന്ന് പറയാണ്. ഒരു ക്യാമറ എടുക്കുന്ന ആള് ഒന്ന് ചിരിക്കൂ വെള്ളമുടിക്കാര എന്ന് പറയാണ്. നമ്മുടെ വെള്ളമുടിക്കാരന് ഒരു സർട്ടിഫിക്കറ്റ് ഇട്ടാണ് പറയണമെങ്കിൽ ആ കള്ളനെ പിടിച്ചല്ലോ അതിന്. ഇവനൊക്കെ ഇത് അർഹിക്കുന്നുണ്ടോടോ എന്ന് ചോദിക്കുകയാണ് അവിടെ നിൽക്കുന്ന ഒരാളോട്. ഓ നിങ്ങളാണല്ലേ ആ കള്ളനെ പിടിച്ച ആള്, വളരെ നന്ദിയുണ്ട് എൻ്റെ പോലീസ് സുഹൃത്തിനെ രക്ഷപ്പെടുത്തിന്. ഓ എൻ്റെ പേര് ചന്തു, കണ്ടതിന് വളരെ സന്തോഷമുണ്ട് വെള്ളമുടിക്കാരൻ പറയുകയാണ്. കറാട്ടെ പോലെയുള്ളതെല്ലാം നിനക്കറിയുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമുണ്ടാവില്ലേ കള്ളന്മാരൊക്കെ പിടിക്കാൻ, അത് ഈസി ആയിരിക്കും. അതുകൊണ്ട് നിനക്ക് ഇപ്പോഴത്തെ ജോലി വിട്ടിട്ട് പോലീസിലോട്ട് വന്നൂടെ, കള്ളന്മാരെയും പിടിക്കുകയും ചെയ്യാം. സർക്കാരിൻ്റെ വക നല്ല അഭിനന്ദനങ്ങളും. നിൻ്റെ ഫുഡ് ഡെലിവറിനെയും കാട്ടിയും ശമ്പളം കൂടുതലായിരിക്കും. സാധാ പോലീസിൻ്റെ പോലെ അല്ലായിരിക്കും ജോലി, ഇത് കുറച്ച് അടിപൊളിയായിരിക്കും. മാർഷൽ ആർട്സ് എന്ന ഓഫീസർ എന്ന് വിളിക്കും. ഇതൊരു പ്രത്യേകം പോലീസ് ഫോഴ്സാണ്. സാധാരണ ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ക്രിമിനലുകളായിരിക്കും നീ പിടിക്കാൻ പോകുന്നത് ഇതിൽ ചേർന്നാൽ. മുടിയൻ അങ്ങനെ പോലീസിൽ കയറുമോ എന്നറിയില്ല. നമുക്ക് അടുത്ത പാർട്ടിൽ കാണാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.